ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അറ്റ് മൈ ഫേവറേറ്റ് റെസിപ്പീസ്. ഇന്നൊരു ഫിഷ് ചില്ലി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ 1/2 കിലോ ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്ത മുള്ളില്ലാത്ത ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും ചേർത്തതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം നാരങ്ങ നീരും ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ അല്പം സൺഫ്ലവർ ഓയിൽ ചൂടാക്കി അതിലേക്കിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഫ്ലെയിം കൂട്ടി വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇതിലെ മസാലയൊക്കെ ഇളകി വരും. എല്ലാ ഫിഷും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് വഴറ്റാം. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് നന്നായി സോട്ടാക്കി എടുക്കാം. ഇനി കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 കളറിലുള്ള ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു കളറിലുള്ള ക്യാപ്സിക്കം ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. സവാളയും ക്യാപ്സിക്കവും ഇതുപോലെ അല്പം വലുതായി വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഈ സോസ് മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സോയാ സോസും ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് ചില്ലി സോസും അല്പം വിനാഗിരിയും ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇതിലേക്ക് ചേർത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. സോസൊക്കെ എല്ലായിടത്തും ആകുന്നത് വരെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്പം വെള്ളത്തിൽ കലക്കി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അല്പം സ്പ്രിംഗ് ഒനിയൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി ചില്ലി ഫിഷ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. Thank you for watching. Bye.